കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കൺതുറന്നാൽ നീയാണ് പുഷ്പേ പുഷ്പേ. അച്ഛാ എന്താ അച്ഛ ഇവിടെ? ഒന്നുമില്ല. പിന്നെന്താ പുഷ്പേ എന്ന് പറഞ്ഞേട്ടെ? അത് ഞാൻ ഇവളുടെ പേരൊന്നും നീട്ടി പറഞ്ഞു നോക്കിയതാ. ഇപ്പം ഞാൻ നിന്നെ വിളിക്കുകയാണെങ്കിൽ മധുവേ വിളിക്കാറില്ലേ, അതുപോലെ ഇവളെ കൃഷ്ണേ, അതുപോലെ ഞാൻ പുഷ്പേ ബേ എന്ന് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്താ അമ്മേ അച്ഛനെ പറ്റിയേ? എനിക്കറിയില്ലേ. അതെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വല്ലപ്പോഴും ഇതുപോലെ സ്നേഹിക്കാൻ അവസരം കിട്ടും. അപ്പോഴത്തേക്ക് നിന്റെ മക്കളെ താറാക്കളെ പോലെ കയറി വന്നോളൂ. ഞാൻ പോവാ. ഓ എന്തോ പറഞ്ഞേ? അച്ഛനും അമ്മയും അങ്ങനെ പലതും പറയും, അതൊന്നും മക്കളറിയില്ല. ഓ ഓ ഓ അങ്ങനെ ഓ ഓ ഓ അങ്ങനെയൊന്നും ഒന്നുമില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ആ അമ്മേ, അവിടെ അച്ഛമ്മ ഭയങ്കര ഷോയമ്മ. അതിപ്പം പുതിയ കാര്യമൊന്നല്ലല്ലോ. അത് ശരിയാ അമ്മേ. ഈ അച്ഛമ്മേനെ നമ്മൾ എത്ര സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അച്ഛമ്മ എന്താ ഇങ്ങനെ? മോളെ ഫോണ് വന്നിനി, അതിന്റെ ജാടയായിരിക്കും. എന്നാലോ അപ്പച്ചി എന്തായിരിക്കും അച്ഛമ്മക്ക് കൊറിയറിൽ അയച്ചത്? അവരെ മോളല്ലേ, വല്ല ചാണകപ്പൊടി അങ്ങനായിരിക്കും തലക്കിതൊക്കെ. അല്ലമ്മേ, എന്തോ വില കൂടിയ സാധനം ആണോ? ഉറപ്പാ. അങ്ങനെ വില കൂടിയ വല്ല സാധനം ആണെങ്കിലേ നമുക്ക് എടുത്തൊക്കെ മറിച്ചു വെക്കാം. ആ മതി. എങ്ങനെയുണ്ട്? സെറ്റ്. വളരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഇനിയുള്ളൂ. ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയില്ലടേ. കൊറിയറുകാരൻ വന്നാലും ഒന്നും മനസ്സിലാവില്ല. നമുക്കെന്നെ പൊളിച്ചിട്ട് നോക്കാം എന്താ. സപ്പോർട്ട് ചെയ്യണം. അതെല്ലാം ഉറപ്പല്ലേ? എന്റെ അച്ഛനറിയല്ലേ? നമ്മള് കേൾക്കാണ്ട് പറഞ്ഞു കൊടുക്കും പോയിട്ട്. അതേതാ സാധനം എന്നറിയാ? പക്ഷെ കുറച്ചു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ നേരത്തെ പാട്ട്. അത് പാട്ടല്ലേ, പുഷ്പേ. അങ്ങനെ എന്റെ പേര് നീളത്തിൽ വിളിച്ചതാ അച്ഛൻ, വേറെ ഒന്നല്ല മക്കളെ. വേറെ ഒന്നുമില്ല. വേറെ എന്തെന്ന്? ഓടി പോ 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 പോ, രണ്ടും പോ, എണീച്ചു പോ. നമ്മളൊന്നും കേട്ടില്ലല്ലേ? പിള്ളേർക്ക് എന്തെല്ലാം അറിയേണ്ടത്. എന്നാ എന്തെങ്കിലും പണിയെടുക്കുന്ന കാര്യങ്ങളാ ചെയ്തെന്നേ സാറില്ല. അച്ഛനും അമ്മ എന്തെല്ലാം ചെയ്യുന്നതെന്ന് സ്വകാര്യമായിട്ട് നോക്കി അടക്കുന്നു പിള്ളേർ. ഇനി ഈ കുന്ത്രാണ്ട മൊത്തം വൃത്തിയാക്കണമല്ലോ. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാ വെച്ചുണ്ടാക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എവിടെ പോയി കിടക്കും? നേരൊക്കെ നോക്കി എന്നിട്ട് കാണുന്നില്ലല്ലോ. എന്താ അച്ഛമ്മേ ഒരു പതിവില്ലാതെ ഇരിക്കണേ? ഒരു കൊറിയറും വരുമെന്നും പറഞ്ഞോണ്ട് നോക്കിയിരിക്കുവാടാ. സരിതപ്പച്ചി എന്തായിരിക്കും അയച്ചെന്നേ? 10,000 രൂപയുടെ ഒരു സാരി വാങ്ങിത്തരാന്ന് അവള് പറഞ്ഞിരുന്നു. ചിലപ്പോ അതായിരിക്കും. എത്ര? 10,000 രൂപ. ഓ അച്ഛമ്മക്ക് ഗോൾ അടിച്ചല്ലോ. നിങ്ങളുടെ അമ്മ വളർത്തുന്ന പോലൊന്നുമല്ല ഞാൻ അവളെ വളർത്തിയത്. നല്ല പുന്നാരിച്ച് വളർത്തിയതാ. അതെ, ഞങ്ങളുടെ അമ്മയും ഞങ്ങളെ നല്ല സ്നേഹത്തോടെ തന്നെയാ വളർത്തിയത്. ഓ, വളർത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. അമ്മേ, അമ്മേ, ആ സരിതപ്പച്ചി എന്തോ കാര്യമായിട്ട് അയച്ചിട്ടുണ്ടെന്നാ തോന്നണേ. അതിന് ഞാനെന്താ വേണ്ടേ? അല്ല, അമ്മയ്ക്ക് അത് എന്താന്ന് വല്ല ക്ലൂ ഉണ്ടാ? ഞാനിനി ക്ലൂവും തപ്പി നടക്കാം. അമ്മേ, അച്ഛമ്മയുടെ ഷോ കാണേണ്ടി വരും കേട്ടോ. നല്ല വിലപിടിപ്പുള്ള സാധനമല്ല ആണെങ്കിൽ. അത് ഞാൻ കണ്ണടച്ചറന്നോളാം. നീ നിന്റെ പണി നോക്കിപ്പോ. അതിലെന്താന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കരുതൽ ഉണ്ടാവായിരുന്നു. അല്ലേ ചേച്ചി? ആ അതെ. അതറിയാനൊരു വഴിയുണ്ട്. എന്ത് വഴി? നീ പറ. ഞാൻ പറയാ, ചേച്ചി പറ. അമ്മ സരിതപ്പച്ചിനെ വിളിച്ചു ചോദിച്ചാ മതി. ഞാൻ വിളിക്കാനാ? എന്റെ പട്ടി വിളിക്കും അവളാ. ഇറങ്ങി പോടി രണ്ടു. എന്നാൽ അതിനകത്ത് എന്തായിരിക്കും? ഇറങ്ങി പോടി.
എന്നാലൊന്ന് വിളിച്ചു നോക്കിയാലോ? നോക്കട്ടെ, ഫോൺ എടുക്കുമോന്നറിയില്ല. ഹലോ സരിതേ. ആ, ഇവിടെ എല്ലാവർക്കും സുഖം. അതില്ലേ, നീ ഒരു പാർസൽ അയക്കൂന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, എനിക്കറിയാനല്ല, അമ്മക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു വെപ്രാളം പോലെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി. ആ ശരി ശരി, എന്നാ പിന്നെ വന്നിട്ട് കാണാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ മാനം അങ്ങ് ഇടിഞ്ഞു പോകും. ഓ, അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, അവള് ഇങ്ങോട്ടാ വിളിച്ചേ. ഞാൻ എന്താ ചെയ്യുന്നു നോക്കിയിട്ട് ഇങ്ങനെ എന്റെ പിറകെ നടന്നോളൂ രണ്ടും. കണ്ണുനട്ട് കാത്തിരുന്നിട്ട് എന്തായി? ഞാൻ ആരെയും കണ്ണും കണ്ടും നാട്ടൊന്നും കാത്തിരുന്നില്ല. എന്റെ അമ്മേ, അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? അവള് വെറുതെ പറ്റിച്ചതായിരിക്കും. അതെ അച്ഛമ്മേ, അത് ഒരു പ്രാങ്ക് ആയിരിക്കും അച്ഛമ്മേ. അമ്മയ്ക്കും മക്കൾക്കും എന്തൊരു അസൂയ. നമുക്ക് അസൂയൊന്നുമില്ല. സരിത അങ്ങനെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാം. ആ, ഇനി ഈ കൂണ് എല്ലാവർക്കും വിളമ്പി കൊടുക്ക. ഇച്ചിരി എനിക്കിട്ടോ, അമ്മയ്ക്കോട്. എനിക്ക് വേണ്ട കുഞ്ഞെ. മക്കളെ, നിങ്ങൾ ആരും കഴിക്കരുത് കേട്ടോ. നല്ല അസരൂണ്. എന്റെ പ്രകാശ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് അമ്മ പറയുക, നീ കഴിക്കല്ലേടെ മക്കളെ. അമ്മയ്ക്ക് നല്ല അറിവും ബോധവും ഒക്കെ ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ കൂണിന്റെ കാര്യത്തില് വേണുക്കുട്ടന്റെ അറിവ് അമ്മയ്ക്കില്ല. ഓ, വേണുക്കുട്ടൻ അത്ര ഓണം ഉണ്ടാന്നറിയണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിച്ചെന്നേ. പക്ഷെ അവനുണ്ടാക്കിയ കൂണ് കറി ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ള, അറിയാവോ? നല്ല അടിപൊളി ടേസ്റ്റാ. മക്കളെ, നിങ്ങൾ കഴിക്ക്, കൂൺ മേടിക്ക്, കഴിക്ക്. എനിക്ക് വേണ്ട അച്ഛാ, എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അത്. എനിക്കാണെങ്കിൽ കുറച്ച് അലർജി ഉണ്ട് കൂണിന്റെ. അപ്പൊ സാറിനോ? എനിക്ക് വേണ്ടേ വേണ്ട. ഓ, ഫസ്റ്റ് മക്കള്. ഒരാൾക്കും അച്ഛന് പറഞ്ഞാൽ വിശ്വാസമല്ല അല്ലേ? ആയിക്കോട്ടെ, നല്ല കാര്യം. സാമ്പാർ റെഡിയേ? അവൾക്ക് സാമ്പാർ കൊടു, അവൾക്ക് കൂണൊന്നും ഇറങ്ങത്തില്ല. ഒരു കാര്യമുണ്ട്, നീ ഈ കൂൺ കറി മതിയിടി, ഞാൻ കൂണ് കഴിച്ചോളാം. ക്യാബേജ് ഒന്നും വേണ്ട, ഞാൻ കൂണ് കഴിച്ചോളാം. നീ ഈ കൂണ് കറി ഈ പിള്ളേർക്കോ ഈ അമ്മയ്ക്കോ ഒരാൾക്ക് കൊടുക്കരുത്. നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ആ, പിന്നെ കഴിച്ചു. നീ മാത്രം കഴിച്ചാൽ മതി കേട്ടോ, വേറെ ആർക്കും കൊടുക്കരുത്. നിങ്ങളൊക്കെ കൊതി വിട്ടുപിടിയിരിക്കും. കഴിച്ചോ? ഞാൻ മാത്രമല്ല, ഞാനും എന്റെ ഭാര്യയും കൂടെ കഴിക്കും. എന്തേ? ടേസ്റ്റ് ഇല്ലേ? അടിപൊളി അടിപൊളി. അക്കരാ, നിന്റെ കൈപ്പുണ്യം കിടിലുവാ മോളെ. അമ്മായിമ്മയ്ക്ക് അത് കഴിക്കാനുള്ള ഭാഗ്യമില്ല. അറിയുന്ന പിള്ള ചോറിയും പറഞ്ഞോളൂ. അമ്മേ, അതിനിത് ചൊറിഞ്ഞണമല്ല, കൂണാ. ഞാൻ കഴിച്ചോണ്ടിരിക്കുവോ? കഴിച്ചോട്ടാ, നീ കഴിക്കൂ. മക്കൾക്ക് കുറച്ച് ചോറിട്ടെ. അവന് ചോറൊക്കെ ഇറങ്ങും. കൂണ് കൊടുത്ത അതെങ്ങനെയാ? തന്തക്കൊരു വിലയും തരത്തില്ലല്ലോ. അവന് ചിക്കനേ വേണ്ടു. അച്ഛാ, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോണ്ട് പറയുക, ചില കൂണുകളൊന്നും അത്രയ്ക്ക് നല്ലതല്ല. ചില കൂണുകൾ മനുഷ്യരിലും നല്ലവരും ചീത്തവരും ഒക്കെ. ഇത് നല്ല കൂണാണെന്ന് ആർക്കറിയാം? ഇനി ഇത് വേണുക്കുട്ടൻ തന്നതാ, അപ്പൊ മോശം തരികയല്ല. എനിക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമാണ്. എന്നാ വിശ്വാസം ഓ, എന്തോ വേണുക്കുട്ടൻ ഒരു പുച്ഛം. അമ്മ ചില ആവശ്യങ്ങൾക്ക് വേണു മോനെ വാടാ മറ്റേത് മേടിച്ചോ മറിച്ചേത് മേടിച്ചോന്ന് പറയുമല്ലോ. ഇപ്പൊ അവൻ കൊണ്ട് കൂട് തന്നപ്പോ അമ്മക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഓ മോനെ, നീ തന്നെ തിന്നു, ആർക്കും ഇവിടെ കൊടുക്കണ്ട, മുഴുവൻ തിന്നു. ഞാൻ തിന്നും. ഈ അവസരവാദം ഉണ്ടല്ലോ, എനിക്ക് പിടിക്കത്തില്ല. ഈ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ അടി കൂടണം. ഓ ശരി. എന്താ അമ്മേ പെറുക്കി ചാടുന്നു? ഏതാണ്ട കാര്യത്തൊന്നും ചാടുന്നു, നീയല്ലേ വെച്ചത്. ഓ, ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. നീ വെച്ച കൂണാ, അതുകൊണ്ടാ കഴിക്കാത്ത, അല്ലാതെ വേണുക്കുട്ടനോടുള്ള വിരോധമല്ല. അവൾ എന്തെങ്കിലും നന്നായിട്ട് വെക്കുന്നുണ്ടോ? ഇത്തിരി സാമ്പാറും കൂടി കഴിച്ചു. ഈ ശരീരത്തിനകത്ത് കൂടുതലും പോയിരിക്കുന്നത് ഇവള് വെച്ച് തന്ന ഭക്ഷണം അല്ലയോ? ഏട്ടാ, വേറെ ഒന്നും തിന്നാനില്ലാത്തോണ്ടല്ലേടാ മക്കളെ ഞാൻ തിന്നുന്നതിനെ കണക്ക് പറയാ. ആര് കണക്ക് പറയുന്നു? ഞാൻ അതൊരു അമ്മയ്ക്ക് കണക്കൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിക്കോ? എല്ലാരും നിനക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? ഒന്ന് തിന്നട്ടെ ഞാൻ. എന്തോ അച്ഛമ്മേ, അമ്മ അവിടെ നിന്നോട്ട്, അമ്മയല്ലേ ഇതൊക്കെ വെച്ച് തന്നത്. എടി, എനിക്ക് തിന്നണ്ടടി ഓക്കെ. മൂടി ഇങ്ങടത്തെ അച്ചാറ് മൂടട്ടെ. മുടിയാ മൂടി അടപ്പ്. എനിക്കിത്തിരി. നീ എന്റെ തെറ്റ് കണ്ടെത്ത്. എന്തൊരു ബഹളാണ്. എല്ലാവർക്കും ബാധ കൂടിയിരിക്കുക കേട്ടോ.
നല്ല സത്തു എങ്ങനെ വാദം ചോറ് വേണോ? ചോറല്ല എന്നിട്ട് ഇത് ഇത് കളിയാക്കുക അല്ല അമ്മ കാര്യമായിട്ടാ പറഞ്ഞേ. കുറച്ച് നമ്മളും നിനക്കൊണ്ടോടി അവിടെ ചോറിരിപ്പുണ്ടോ? ചോറെല്ലാം ഓ സന്തോഷമായി. അവസാനം ചോദിച്ചല്ലോ മരുമോണ്ടൊക്കെ നിനക്ക് കഴിക്കാൻ ചോറുണ്ടോന്ന്. യുറേക്ക പുതിയ കണ്ടുപിടുത്തവാ. എടാ അവള് ഇവിടുത്തെ നിൽക്കുകയല്ലേ, അവളൊന്നും കഴിച്ചില്ലെങ്കിലോ. പൊന്നെ അമ്മോ. അമ്മ കഴിക്കണം. അച്ഛമ്മക്ക് തോരൻ വേണോ? മക്കളെ എങ്ങോട്ടോട് രാവിലെ 2 ദോശ നിൽക്കാറ്റമ്മ. എന്തിനാ ചോദിക്കുന്നേ? ഉള്ളതെല്ലാം തട്ടിക്കോളൂ, കൂണ് മാത്രം കൊടുക്കരുത്. എനിക്ക് പോകാൻ വേണ്ട എന്റെ പൊന്നോ, വേണുകുട്ടനോണ്ട് കൊടുക്ക്. എനിക്കിനി സംശയം എന്താണെന്നറിയാവോ, ഈ കൊതി വിടുവേ ഭയങ്കരമായിട്ട് മനുഷ്യർക്കേ കൊതി കൂടുമല്ലോ, പ്രായം കൂടുന്തോറും കൊതി കൂടി കൂടി വരും. ഇനി അതുകൊണ്ട് വല്ലതും വരാതെ നമ്മൾ അച്ഛൻ ഭക്ഷണം കഴിയുമ്പോ നീ കൊച്ചമ്മയുടെ ആളാണല്ലോ. ഞാൻ അങ്ങനെ ആരുടെ ആളൊന്നല്ല. വെള്ളം കന്നടി ഇറങ്ങുന്നില്ല. അച്ഛമ്മ സമാധാനമായിട്ട് കഴിക്കേ. അതെ, ആ സ്പൂൺ എടുത്തിട്ടേ മറുവശം വെച്ച് കുത്തിയാക്ക്. പോട്ടെ, ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് പറയല്ല അമ്മേനാന്ന്. ഇല്ല അമ്മ ഒന്നുമില്ല. എനിക്ക് ഭക്ഷണവും തരില്ല ഇവിടെ. പുഷ്പ നോക്കിക്കടി, എന്റെ മോള് കൊടുത്തു വെച്ച സാധനം വരുന്ന വരവ് കണ്ട കണ്ട കണ്ട. എടാ നീ എന്നാ പറഞ്ഞത്? പ്രാഞ്ചാണെന്നോ? നീ എന്നെ പ്രാഞ്ചാണെന്നല്ലേ പറഞ്ഞത്? ഓ പ്രാങ്ക് അല്ല, പ്രാങ്ക്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ല? കണ്ടോ, കണ്ണ് തുറന്നങ്ങോട്ട് കാണു. സരസ്വതി പുരുഷോത്തമൻ ഞാനാ. 1140 രൂപ. എന്തിനാ 1140 രൂപ? ഇത് ക്യാഷ് ഓൺ ഡെലിവറിയാ. കൈക്കൂലി കൊടുക്കണമെന്നോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അച്ഛമ്മ പൈസ കൊടുക്കണം, എന്നാലേ സാധനം തരുള്ളൂ. എന്റെ മോൾ അയച്ചു തന്ന സാധനത്തിന് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്നോ? അതൊന്നും എനിക്കറിയാം. ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, അപ്പച്ചീനെ വിളിച്ചു ചോദിക്കും. ആ ഇപ്പൊ ചോദിക്കാം. ലൗഡ് സ്പീക്കറിലിടും. ആ മോളെ സരിതേ. അമ്മേ പാർസൽ വന്നോ? ആ വന്നു മോളെ. ദേ ഈ ചെറുക്കൻ എന്തോ പൈസ ഒക്കെ കൊടുക്കണമെന്നാ പറയുന്നേ. ആ അതാ ഞാൻ പറഞ്ഞ സസ്പെൻസ്. ഞങ്ങളുടെ പുതിയ സംരംഭമാ. അമ്മയാണ് ആദ്യത്തെ കസ്റ്റമർ. ഉപയോഗിച്ച് നോക്കിട്ട് അഭിപ്രായം പറയണേ. ആ മോളെ. ആ ഞാൻ കുറച്ച് ബിസിയാ, പിന്നെ വിളിക്കാം. ഞാനിതിപ്പോ റിട്ടേൺ വിടണോ? അയ്യോ വേണ്ട മോനെ, നന്ദി. എടാ എടാ എടാ, നീ മറ്റേ കൂണ് കറി വെച്ച് കഴിച്ചാ? എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? കുഴപ്പമുണ്ടോ? മാറിപ്പോയെന്നോ? എടാ എനിക്ക് ഒടുക്കത്തെ വയറുവേദനയാടാ. ഹലോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പുന്നാരപ്പങ്ങൾ അമ്മക്ക് പണി കൊടുക്കുന്നു. അവളൊരു പുതിയ ബിസിനസ് തുടങ്ങി പോലും. അത് അമ്മേനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അത് നിങ്ങളൊന്നും മിണ്ടാത്ത? നിങ്ങളെ അമ്മയും പെങ്ങളും ആയതുകൊണ്ടല്ലേ നിങ്ങൾ മിണ്ടാത്തത്? സാധാരണ നിങ്ങൾ ഇത്ര സൈലന്റ് ആവില്ലല്ലോ. എന്തു പറ്റി? എന്നാലും നിങ്ങളെ അമ്മേനോടും പെങ്ങളോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ ഇത്ര സൈലന്റ് ആക്കിയതിന്. അമ്മേനെയും പെങ്ങളെയും പറഞ്ഞത് മോനങ്ങ് കൊണ്ടുപോയി. പുഷ്പേ, നീ ആ കൂൺ കറി വെച്ചത് കഴിച്ചായിരുന്നാ? ഞാൻ കഴിച്ചല്ലോ. എങ്ങനുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. കുറച്ചും കൂടി ഉണ്ട്, എടുക്കട്ടാ? അയ്യോ വേണ്ട. എന്നാ പിന്നെ രാത്രി കഴിക്കാം. രാത്രി കഴിക്കാന്ന്. കൂടേറി വായിൽ വെക്കാൻ കൊള്ളില്ല. പട്ടിക്ക് വരെ പറ്റൂല എന്ന് കൊടുക്കാൻ. അയ്യോ എന്റെ അയ്യോ വയ്യ, അയ്യോ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. വേണ്ട എന്റെ മോള് സരിത അയച്ചെന്നാ എന്റെ മോള് തന്നാ വേണ്ട 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 വേണ്ട. ഇവിടെ നിങ്ങൾ ഇതൊന്നും കാണണ്ട. അച്ഛമ്മ ഞങ്ങള് പൊട്ടിക്കാം. വേണ്ട, ഇതെന്റെ മോള് തന്നാ ഞാൻ പൊട്ടിച്ചോളാം. പിന്നെ ഞങ്ങൾക്ക് എന്താന്ന് അറിയണ്ടേ? വേണ്ട നീ മിണ്ടാതിരിക്കടി. മനുഷ്യന് വയ്യാതെ കിടന്നാലും ഒരു സമാധാനം തരുത് കേട്ടാ. ബെഡിൽ പോയി കിടക്ക്. എവിടെ? ബെഡിൽ പോയി കിടക്കാൻ. ചേട്ടാ നിന്റെ മക്കളെ ഒന്ന് വിളിച്ചോട്ട് പോടാ. വിളിച്ചേട്ടനെ കൂടെ വരുന്ന സാധനങ്ങളല്ലേ, ഒരെണ്ണത്തിനും അനുസരണയില്ല. എടാ നിന്റെ വയറിന് തന്നെ പറ്റിയടാ. ഇവറ്റകളോടല്ലേ അമ്മ ജീവിക്കുന്നത്. ഇതൊക്കെ തലയെ കെട്ടേണ്ടതാ, സ്ഥലം മാറി ആരെ കെട്ടിപ്പോയതാ. തലയെ കെട്ടുണ്ടോ? അച്ഛമ്മയെ സൂക്ഷിക്കും. നീ മര്യാദക്ക് പൊട്ടിക്ക്. അയ്യേ, ഇതാണോ അച്ഛമ്മ പറഞ്ഞ 10,000 രൂപേന്റെ സാരി? ഇതെന്താ സോപ്പാ? അച്ഛമ്മേനെ അപ്പച്ചി പറ്റിച്ച്. ഇതെന്തത്? വെളിച്ചെണ്ണ. വീട്ടില് വെളിച്ചെണ്ണയുടെ ക്ഷാമം ഉണ്ടോ? അതെ, തേച്ച് കുളിക്കാൻ പറ്റിയ സാധനമുണ്ട്. എന്നാ അച്ഛമ്മ എടുത്തോ. നമുക്ക് വേണ്ട. അയ്യോ അത് അച്ഛന്റെ ശബ്ദല്ലേ? എന്നാന്ന് എന്താ പറ്റിയേ? എന്ത് പറ്റി മക്കളെ? എന്നാന്ന്? എടാ എന്ത് പറ്റിയടാ പറയടാ. അറിയാം, അയ്യോ ഭയങ്കര വയറുവേദന. നിങ്ങൾ എല്ലാം കൂടെ നോക്കിക്കാ. അച്ഛൻ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. എന്റെ കുഞ്ഞ് മണി പിടിക്കുവാ. ഞാൻ കൊണ്ടുപോവാ അച്ഛനെ. ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പിടിക്കടി, അപ്പുറത്ത് പോയി പിടിക്ക്. കൊണ്ടുപോടാ. വഴക്കിടാതെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോ. എടാ എടാ കരയാതെ, അച്ഛനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കറിഞ്ഞില്ല. അച്ഛന്ന് കഴിച്ച ഊണിന്റെ പറ്റി ഓർത്തപ്പോഴേ ഞാൻ ചിരിച്ചതാ. കൊറേ നേരം ആയാലും അച്ഛമ്മ അവര് പോയിട്ട് കാണുന്നില്ലല്ലോ. അതെ മക്കളെ, എത്ര നേരമായി? ദൈവമേ, നീ അച്ഛനെ ICU കേറ്റിണ്ടാവോ? പറഞ്ഞിട്ടുള്ളതാ. അതിന് ഈ മുറ്റത്തൊരു കാർ കിടപ്പുണ്ട്, അതിനകത്ത് കയറ്റി പോകണ്ടോ? അതിന് ഒരു ഓട്ടം വിളിച്ചു പോയിരിക്കുന്നു. അതിന് ആരും ഓടിക്കാൻ? പ്രകാശൻ ഓടിക്കൂലേ? അത് ശരി. വയറുവേദന ഛർദിലായിട്ടിരിക്കും അച്ഛനെ ഓടിക്കണോ അല്ലേ? ആ അതേ വരുന്നു. ആ വരുന്നുണ്ടടി, വരുന്നുണ്ട് മക്കളെ. അല്ലാണ്ട് പേടിച്ചു പോയടാ. അച്ഛാ, ഞാൻ നല്ലോണം പേടിച്ചുപോയി. ശരിക്കും എന്താ ഉണ്ടായേ? വേണു എന്ന കൂണ് നിനക്കൊട്ട് പണി തുടങ്ങിയല്ലേടാ? അതെ അച്ഛമ്മ. അതൊന്നല്ല, 3 ഗ്ലൂക്കോസിന്റെ ബലത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതന്നെ. വാ നമുക്ക് അകത്ത് പോവാം. ആ കൊണ്ടുപോ. ഇപ്പൊ കൂണ് കൊടുത്തതേ ഉള്ളൂ. ഇനി അവള് എലിവിഷം കൊടുക്കാൻ മടിയില്ലാത്തവളാ അവള്. തള്ള പറയുന്നത് കേട്ടാ. നിങ്ങൾ എത്ര വേദനിച്ചാലും കുഴപ്പമില്ല, ഞാൻ സങ്കടപ്പെട്ട് കണ്ടോ. നീ എന്നെ ചതിക്കാൻ നോക്കിയതല്ലേ?
നീ എന്തിനാണ് ഈ കൂട് കറി വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്? നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? ഇനിമ ചെയ്തതല്ലേ, ക്ഷീണം കാണുമ്പോ കിടക്ക. മൂത്തവൻ ചൊല്ലും മുതുനെല്ലിക്ക, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് പ്രകാശ? കുറേശ്ശെ മധുരമൊക്കെ തുടങ്ങി കാണുമല്ലേ? ഇതല്ല കഴിച്ചു കഴിഞ്ഞാൽ കവറ് പോലും കളയാൻ കഴിയില്ല പിള്ളേർക്ക്. എന്നാ കുടിക്ക്. പാത്രമെങ്കിലും ഒന്ന് എടുത്തു വെച്ചൂടെ? കഴുകി കഴിഞ്ഞാൽ കഴുകി കൊടുക്കുന്നില്ലേ ഞാൻ? പാല് കുടിച്ചിട്ട് പോടാ. എനിക്ക് വേണ്ട. വല്ലതും ഞാൻ ഒരു പൊട്ടിക്കുന്നുണ്ട്. എത്രയാ കാട്ടം കാടുന്നത്? എന്നാ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിട്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ. ഒരു ചായ കിട്ടുമോ? എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഒരു ചായ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ പുഷ്പ. എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്ട് പോയേ. ഈ വീട്ടിലെ പണി മുഴുവനും ഞാൻ ഒറ്റക്ക എടുക്കുന്നത്. എന്തുമാത്രം കരിയില്ലാന്ന് അവിടെ കൂടിക്കിടക്കുന്നത്? ആ ഈ കരിയിലെല്ലാം കൂടെ ഞാനിപ്പോ പെറുക്കി കളയാൻ. അപ്പൊ നിന്റെ ടെൻഷൻ തീർന്നില്ല. ആദ്യം നിങ്ങളെ തലയിലെ കളിമണ്ണ് പെറുക്കിക്കളാ. കുറച്ച് ബോധം വെക്കട്ടെ. നിനക്കിപ്പോ എന്താ ആവശ്യം? നീ എന്നോട് ഞാൻ ചെയ്തു തരാന്നേ. എന്നാ പിന്നെ എന്റെ മുഷിഞ്ഞ ഡ്രസ്സ് ഉണ്ട്, അത് ഫുള്ള് എടുത്തിട്ട് അലക്കി വെക്ക്. അലക്കാം. ആ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാനത് ചെയ്യുമ്പോൾ നാട്ടുകാർ നീ വെറും ഒരു മൂരാച്ചി ഭാര്യയാണെന്ന് പറയും. നിന്നെ കുറ്റം കേൾപ്പിക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. സ്നേഹം അങ്ങ് ഒലിക്കുന്നു. നീ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ സഹായിച്ചുതരാം. ഓ അതോടെ വച്ചേക്ക്, ഞാൻ കഴുകിക്കോളാം. ഒരു ചായ ഉണ്ടാക്കി തരുമോ? ഇങ്ങോട്ട് മാറിയുന്നേ. ഇനി ചായ തന്നെ ഇട്ട് കൂടി.